അപ്പോൾ നമ്മൾ DMS മൊഡ്യൂൾ 2 ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ, വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളും കൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതിൽ എന്താണ് തിയറം പറയുന്നത് വെച്ചാൽ, ഇഫ് m pigeons occupy in n pigeon holes, m greater than n ആയിരിക്കണം, then at least one pigeon hole has 2 or more pigeon. ഇതാണ് തിയറം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: m-1/n അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ +1 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഫോർമുല. അപ്പോൾ ഈ ഫോർമുല എന്തായാലും പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ ഇതെന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനാണ്. അതിൽ m എന്ന് പറയുന്നത് എന്താണ്? പീജൻസ് ആണ്. n എന്ന് പറയുന്നത് പീജൻ ഹോൾസ് ആയിരിക്കണം. അതുപോലെ m ഗ്രേറ്റർ ദാൻ n കൂടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഒരു എക്സാമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 9 കളേഴ്സ് ആർ യൂസ് ടു പെയിൻറ്റ് 100 ഹൗസസ്. ഷോ ദാറ്റ് അറ്റ്ലീസ്റ്റ് 12 ഹൗസസ് വിൽ ബി ഓഫ് ദ സെയിം കളർ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? അതായത് 9 കളേഴ്സ് ഉണ്ട്. ആ 9 കളേഴ്സ് 100 ഹൗസിൽ എന്ത് ചെയ്യണം? പെയിൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ്, അതായത് അറ്റ്ലീസ്റ്റ് 12 ഹൗസസ് വിൽ ബി ഓഫ് ദ സെയിം കളർ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ 9 കളർ വെച്ചിട്ട് 100 വീടുകൾ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ 12 വീടുകൾ എന്തായിരിക്കും? സെയിം കളറായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് അങ്ങനെയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തിയറത്തിലറിയാം m ഗ്രേറ്റർ ദാൻ n എപ്പോഴും ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് അതിൽ പീജൻസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, പീജൻസ് ഹോൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എമ്മും എന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് ഒരു പീജൻ ഹോളിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം m ഗ്രേറ്റർ ദാൻ എപ്പോഴും n ആയിരിക്കും, അല്ലേ? m ആയിരിക്കും ഏറ്റവും വലുത്, n എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ ഇവിടെ ചെറുത് ഏതാ? 9 കളേഴ്സാണ്. അപ്പോൾ അതായിരിക്കും എന്ത് പറയുന്നത്? പീജൻ ഹോൾ അല്ലെങ്കിൽ n ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ 9 കളേഴ്സാണ് ചെറുത്, ഇവിടെ 100 ഹൗസസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും പീജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ m എന്ന് പറയുന്നത്. അതായത് m എപ്പോഴും ഗ്രേറ്റർ ദാൻ n ആയിരിക്കണോണ്ട് n-ൻ്റെ വില എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ n എന്ന് പറയുന്നത് 9ഉം m എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ അതാദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്യണതിന് അത് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ആ ഫോർമുല നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ പീജൻസും പീജൻ ഹോളും തന്നിരിക്കുന്നത് അതെന്തായാലും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ ക്വസ്റ്റ്യൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? ആ എമ്മും എണ്ണും നമ്മൾ എന്ത് ചെയ്തു? ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 12 കിട്ടും. അപ്പോൾ 12 ഹൗസസ് എന്തായിരിക്കും? സെയിം കളറായിരിക്കും. അതായത് 9 കളർ വെച്ചിട്ട് 100 ഹൗസ് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ 12 ഹൗസ് എന്തായിരിക്കും? സെയിം കളർ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൻ്റെ ആ ടോപ്പിക് വെച്ച് ചെയ്യാം. അതായത് ഷോ ദാറ്റ് എനി ഗ്രൂപ്പ് ഓഫ് 5 ഇൻറ്റീജേഴ്സ് ദർ ആർ 2 ഇൻറ്റീജേഴ്സ് വിത്ത് ദ സെയിം റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4. അതായത് 5 ഇൻറ്റീജേഴ്സ് ഉണ്ട്. 2 ഇൻറ്റീജേഴ്സിൽ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിമൈൻഡർ കിട്ടണം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതായത് നമ്മൾ ഒരു നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിബിളായിട്ട് റിമൈൻഡേഴ്സ് എന്തൊക്കെ വരിക? 0, 1, 2, 3, അല്ലേ? അപ്പോൾ ഇതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? പീജൻ ഹോൾ ആയിട്ട് എടുക്കേണ്ടത്. കാരണം ഇത് ബാക്കി നമ്മൾ 5 ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് m ആണ്, അത് പീജനായിട്ട് എടുക്കുക. n എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കുക. ഇതിൽ നമ്മുടെ ഫോർമുലയിൽ കൊടുക്കുക. ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2n കിട്ടും. അതുകൊണ്ട് ദർ ആർ 2 ഇൻറ്റീജേഴ്സ് വിത്ത് ദ സെയിം റിമൈൻഡർ. 2 ഇൻറ്റീജേഴ്സ് നമുക്ക് എന്ത് കിട്ടും? സെയിം റിമൈൻഡർ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ജസ്റ്റ് ആ 2 എക്സാമ്പിൾസ് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡീറേഞ്ച്മെൻറ്റ്സ് ആണ്. എന്താണ് ഡീറേഞ്ച്മെൻറ്റ്സ്? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ വിച്ച് നോ ഒബ്ജക്റ്റ് ഓക്യുപ്പൈസ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 3 നമ്പർ തന്നിട്ടുണ്ട്. ആ 3 നമ്പർ ഡീറേഞ്ച്മെൻറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന 3 നമ്പറിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊസിഷൻ ഇല്ലാത്ത അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ എഴുതണം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ. അപ്പോൾ അതിൻ്റെ ഡീറേഞ്ച്മെൻറ്റ്സ് എഴുതാമെന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതുക? ഈ 1 ഈ ഫസ്റ്റ് പൊസിഷനിൽ വരാൻ പാടില്ല, 2 ഇവിടെ വരാൻ പാടില്ല, 3 തേർഡ് പൊസിഷനിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ എഴുതണം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2, 3, 1 എല്ലാതും ഡിഫറെൻറ്റ് ഓർഡറിലല്ലേ. അതുപോലെ തന്നെ 3, 1, 2
അതും ഡിഫറെൻറ്റ് ഓർഡറിലല്ല. അപ്പോൾ ഇത് രണ്ടായിരിക്കണം എന്ത് ഈ 1 2 3യുടെ ഡീഅറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ നോക്കാം. അതിനൊരു ഫോർമുലയുണ്ട്, അതായത് നമ്പർ ഓഫ് ഡീഅറേഞ്ച്മെൻറ്റ്സിൻ്റെ ഫോർമുലയുണ്ട്. ഇതാണ് ഡീഅറേഞ്ച്മെൻറ്റ്സിൻ്റെ ഫോർമുല. ഓക്കെ, അതായത് n ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ മൈനസ് 1/3 ഫാക്ടോറിയൽ എക്സെട്ര മൈനസ് 1 ഹോൾ റേസ് ടു n 1/1 n ഫാക്ടോറിയൽ. നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ഇട്ട് പോകുക, അതുകൊണ്ടാണ് ഇവിടെ -1 ഹോൾ റേസ് ടു n വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ 3 എണ്ണത്തിൻ്റെ ഡീഅറേഞ്ച്മെൻറ്റ് കണ്ടുപിടിച്ച്, അതായത് 1 2 3യുടെ ഡീഅറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. നമുക്ക് ഇവിടെ 2 ഡീഅറേഞ്ച്മെൻറ്റ്സിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോർമുലയിലും 2 തന്നെ ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീഅറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ തന്നിരിക്കുന്ന പൊസിഷനിലല്ലാണ്ട് ആ നമ്പർ വേറെ പൊസിഷനിൽ വരിക, അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിനാണ് നമ്മൾ ഡീഅറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്.